തിരുവല്ലോമലയിലെ മികച്ച അതിഥി മന്ദിരമായി ആനമല ഹോം സ്റ്റേസ്. അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ നീന്തൽക്കുളവും പാർക്കും. പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെന്റ് ഉൾപ്പെടെയുള്ള താമസ സൗകര്യങ്ങൾ, അതിഥികൾക്കായി വ്യത്യസ്ത രുചിലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും. ആനമല ഹോം സ്റ്റേസ്, കാട്ടുകുളം, തിരുവല്ലോമല. വാഴാനി വനമേഖലയിൽ ചികിത്സയിലായിരുന്ന കാട്ടാന ചരിഞ്ഞു. കാട്ടാനകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ കാലിന് ഗുരുതരമായി പരിക്കേറ്റ കൊമ്പൻ 19 ദിവസത്തോളമായി വനംവകുപ്പിന്റെ പരിചരണത്തിലായിരുന്നു. വിദഗ്ധ ചികിത്സയും ഭക്ഷണവും നൽകി കാട്ടാനയെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ വനം വന്യജീവി വിഭാഗം ഉദ്യോഗസ്ഥർ കിണഞ്ഞു പരിശ്രമിച്ചെങ്കിലും ഞായറാഴ്ച ഉച്ചയോടെ ആന ചരിഞ്ഞു. വാഴാനി അണക്കെട്ടിന്റെ മറുകരയിൽ മുറിവേറ്റ് അവശനിലയിൽ കണ്ടെത്തിയ കാട്ടാനയെ രക്ഷിക്കാൻ വനംവകുപ്പ് നടത്തിയ 19 ദിവസത്തെ പരിശ്രമം വിഫലമായി. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് കാട്ടാന ചരിഞ്ഞത്. വനപാലകർ വനത്തിനുള്ളിൽ ക്യാമ്പ് ചെയ്ത് ആനയ്ക്ക് പഴങ്ങളും പൈനാപ്പിളും പുല്ലും നൽകി സ്നേഹത്തോടെ പരിചരിച്ചിരുന്നതായി വൈൽഡ് ലൈഫ് വാർഡൻ MK രഞ്ജിത്ത് അറിയിച്ചു. കാട്ടാനകൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിലാണ് കൊമ്പന് പരിക്കേറ്റത്. മുൻകാലിൽ ആഴത്തിലേറ്റ മുറിവ് പഴുത്ത് വ്രണമായത് സ്ഥിതി ഗുരുതരമാക്കിയിരുന്നു. വനം ചീഫ് വെറ്റിനറി ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിൽ മയക്കുവെടി വെച്ചാണ് ആനയ്ക്ക് വിദഗ്ധ ചികിത്സ നൽകിയത്. മുറിവുകൾ വെടിയേറ്റതല്ലെന്ന വിദഗ്ധ സംഘം നേരത്തെ തന്നെ സ്ഥിരീകരിച്ചിരുന്നു. വനം വെറ്റിനറി ഓഫീസർമാരായ ഡോക്ടർ ഡേവിഡ് എബ്രഹാം, ഡോക്ടർ മിഥുൻ എന്നിവരുടെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി. അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ TN രാജേഷിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘവും സ്ഥലത്തെത്തിയിരുന്നു. പരിക്കേറ്റ നാൾ മുതൽ അവസാന നിമിഷം വരെ ആനയ്ക്ക് കൂട്ടിയിരുന്ന വനപാലകർക്ക് വലിയൊരു നൊമ്പരമായിരിക്കുകയാണ് കൊമ്പന്റെ വിയോഗം.